അഷ്ടപതി കേട്ടുറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന അക്ഷരങ്ങളുടെ അമ്മയ്ക്ക് അപമാനമായി നഗരത്തിലെ ഈ പുതിയ ആൽക്കഹോൾ രാജാവിന്റെ സ്ഥാപനങ്ങൾ അധമന്മാരുടെ അഭയകേന്ദ്രങ്ങളായി തീർന്നിരിക്കുകയാണ്. ആഡംബര വിരുന്നുകൾ ഒരുക്കി അധികാരി വർഗത്തെ ചൊൽപ്പടിക്ക് നിർത്തി അവകാശ ലംഘനങ്ങൾ നടത്തുന്ന ആരാപരിത ഈ ഫോട്ടോമാൻ? നമസ്കാരം. ആരാ? മനസ്സിലായില്ല. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അക്ഷരപ്പുരയിൽ നിന്നൊരു ആൽക്കഹോൾ രാജാവ്. ഈ ക്യാപ്ഷൻ എനിക്കിഷ്ടമായി. ഞാൻ ആദ്യമായി ചെയ്യുന്ന അവകാശ ലംഘനമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന താൻ. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിപ്പിച്ച അപമാനിച്ചതുകൊണ്ട് വിളിപ്പിച്ച രീതി കുറച്ച് അധികാരത്തിലായിപ്പോയി. അനന്തരാമനല്ലേ തന്നോട് ഇങ്ങനെയൊക്കെ എഴുതാൻ പറഞ്ഞത്? ആര് പറഞ്ഞാലും നേരിട്ട് കണ്ട് സ്റ്റഡി ചെയ്യാതെ ഒരു ജേർണലിസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യരുത്. തനിക്ക് എന്നെ അറിയാം. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അനിയൻ തമ്പുരാനെ പറ്റി. ആരാ തന്റെ അച്ഛൻ? വാസുദേവ വാര്യർ. വാസുവേട്ടന്റെ മകളാ? അതെ. വീട്ടിൽ മറ്റാരുമില്ല. അച്ഛൻ പരിഭ്രമിക്കും. ഞാൻ പോയിക്കോട്ടെ? ഞാൻ അറിഞ്ഞില്ല. ക്ഷമിക്കണം. ഒറ്റേ വീട്ടിൽ കൊണ്ടുവിട്. വരൂ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മകളാ. ഇതിലൊന്ന് ഒപ്പിട്ടെന്നേക്ക്. എന്തിനാ സാർ? എനിക്ക് പരാതിയൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ഞാൻ ഒപ്പിടുന്നത്? പരാതി വേണമല്ലോ. സുഖവാസത്തിനൊന്നും അല്ലല്ലോ അവര് നിന്നെ വിളിച്ചോണ്ട് പോയത്. ബലാത്കാരമായിട്ട് വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി കൊന്ന് റോഡിലെങ്ങാനും ഇട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരത്തില്ലേ? ഒപ്പിട്. വളരെ അന്തസ്സായിട്ട് അവരെന്നോട് പെരുമാറിയത്. അന്തസ്സായിട്ട് തന്നെ അതിലൊരു ഒപ്പിട്ടേരെ. പേര് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും വാസുവേട്ടൻ എന്നെ അറിയിക്കായിരുന്ന എന്താ? മനസ്സ് മടിച്ചിട്ടാണ് അറിയിക്കാതിരുന്നത്. അനിയൻ കുഞ്ഞിനെ കുറിച്ച് മോശമായി പത്രത്തിൽ എഴുതിയതിന് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. കൂലി എഴുത്തുകാരിയാ കുഞ്ഞേ. ഇപ്പൊ മലയാള ശബ്ദത്തിൽ മുഴുവൻ കൂലി എഴുത്തുകാരാണല്ലോ. അവിടുന്ന് അവക്ക് കിട്ടുന്ന ശമ്പളമാ ഇവിടുത്തെ ഏക വരുമാനം. പോകണ്ടെന്ന് പറയാൻ പറ്റുമോ? കാലത്തേ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. പിന്നെ വന്നു കയറുന്നത് ഒരു നേരത്താ. എന്തുപറ്റി? എനിക്കറിയില്ല. അവരെന്നെ കൊല്ലാൻ വന്നു. ആര്? എനിക്കറിയില്ല. വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഉമ്മായോട് തോറ്റാൽ അങ്ങാടിയിലെന്ന് പറയണ പോലെ നിങ്ങളെ തോൽപ്പിക്കാൻ എന്തിനാണിപ്പോ ആ കൊച്ചിനെ കൊല്ലുന്നത്? എടോ, അവര് കൊല്ലും. നമ്മൾ കൊന്നതാണെന്ന് വരുത്തി തീർക്കും. ഞാനാണ് അക്ഷരപ്പുരയിലെ ആൽക്കഹോൾ രാജാവ്. അവളാണ് അങ്ങനെ എഴുതിയത്. താനാണ് അവളെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നത്. അവളെ കൊണ്ട് പരാതി എഴുതിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. കൊന്നത് നമ്മളാവില്ലേ? ജയിലിൽ പോയി കിടക്കണോ? പടച്ചോനെ, അതാണ് പട്ടരുടെ ബുദ്ധി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വാസേട്ടനെയും കൂട്ടി ഞാൻ തന്നെ കൂടെ പോയി അവളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചു. പത്രത്തിലെ ജോലി രാജിവെപ്പിച്ചു. വാസുവേട്ടന്റെ വീട് ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അത് നന്നായി. വലിയ മനസ്സാ തമ്പ്രാൻകുട്ടിനെ. അല്ലാഹ് കാക്കട്ടെ. ലുക്ക് മിസ് അനന്തരാമൻ, പോളിറ്റിക്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ഇൻഫ്ലുവൻസ് ത്രൂ കറപ്ഷൻ. ഞങ്ങളുടെ കമ്പനിയുടെ നിലനിൽപ്പ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിലാണ്. ഒരു പത്രം കയ്യിലുണ്ടെങ്കിൽ അത് കുറെ കൂടെ സ്ട്രോങ് ആവും. ഇവിടെയാണ് ഞങ്ങൾക്കൊരു പത്രം ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പത്രം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ പത്രം തുടങ്ങി സ്വാധീനം ഉണ്ടാക്കുന്നതിനേക്കാൾ പാരമ്പര്യമുള്ളൊരു പത്രം സ്വന്തമാക്കുന്നല്ലേ നല്ലത്. വാട്ട് യു മീൻ ബൈ ദാറ്റ്? മലയാള ശബ്ദം പത്രം, അതായത് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന പത്രം. ആ പത്രത്തിന്റെ ഷെയർസ് വാങ്ങിക്കണം.
വിൽക്കാൻ ആൾക്കാരുണ്ട്, വലിയ വിലയൊന്നുമില്ല. ഞാൻ സംഘടിപ്പിച്ചു തരാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, എന്നെ പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആക്കണം. നാച്ചുറലി നിങ്ങൾ എം ഡി ആകണം. അതൊരു ഫേവർ അല്ല, ഞങ്ങളുടെ ആവശ്യമോ. താങ്ക് യു. ഇംപോസിബിൾ. വീട് എഴുതി തരാനോ? എന്താ നീ പറയുന്നത്? നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്. എന്ത് പറയുന്നു വിജയലക്ഷ്മി തമ്പുരാട്ടി? എനിക്ക് എഴുതി തരാൻ പറ്റുമോ? അപ്പാ, ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? എനിക്കല്ല ഭ്രാന്ത്. മൂത്ത് നിറച്ചിട്ടും വീടും കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ലേ നിനക്കാ ഭ്രാന്ത്. എഴുതി തരുന്നോ ഇല്ലയോ ഈ പറയണോ എനിക്ക്? ഒരു മുദ്രപത്രത്തിന്റെ കാര്യമല്ലേ കുഞ്ഞെ, എഴുതി തരാം, എഴുതി തരാം. സമാധാനം കിട്ടും. എന്റെ വിഷ്ണുമായേ, വിഷ്ണുമായേ, കാണുന്നില്ലേ ഇതൊക്കെ? ജെന്റിൽമെൻ, മേജർ ഷെയർസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. വിശ്വലക്ഷ്മി തമ്പുരാട്ടി, പാർവതി മേനോൻ, രവിവർമ്മ, രാമവർമ്മ, സുദർശന ആൻഡ് ഹെർ ബ്രദർ, ഇത്രയും പേരുടെ കയ്യിലാണ് ബാക്കിയുള്ള ഷെയർസ്. ഈ നീക്കങ്ങളൊന്നും ഇതുവരെ ഇപ്പോഴത്തെ എം ഡി രാമവർമ്മ അറിഞ്ഞിട്ടില്ല. രാമവർമ്മയെ എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നെ നിയമിക്കണമെന്ന ആവശ്യം ഒപ്പിട്ട് നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം. ദാറ്റ് മീൻസ് നാളെ മുതൽ മലയാള ശബ്ദത്തിന്റെ എം ഡി ഞാനായിരിക്കും. അല്ല, ഇന്നു മുതൽ ഞാനാണ് മലയാള ശബ്ദത്തിന്റെ എം ഡി. എനിക്കടാ ലാസ്റ്റ്. മേജർ ഷെയർസ് മുഴുവൻ എന്റെ പേരിലായി കഴിഞ്ഞു. ഈ ഇരിക്കുന്ന ബോംബെയിലെ മൾട്ടിനാഷണൽ കമ്പനി, ഇത് മുഴുവൻ എന്റെ ആൾക്കാരാണ്. ഇത് ഞാൻ നിനക്ക് വിരിച്ച വലയാണ്. നീ എന്റെ ചേട്ടൻ രാമവർമ്മയെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ്. ഇനി അത് പടരാൻ ഞാൻ സമ്മതിക്കില്ല. കത്തിച്ചു കളയുന്ന ഞാൻ. ഗെറ്റ് ഔട്ട്. പരിതേ. താങ്ക് യു ആൾ. താങ്ക് യു. മോനെ, നീയാണ് ശരി. അതാ നീ ജയിച്ചത്. നിന്നെ ജയിപ്പിച്ചോ അപ്പനെ തോൽപ്പിച്ചോ അച്ഛൻ ഇനി ഈ കസേരയിൽ ഇരിക്കുന്നത് ശരിയല്ല. മലയാള ശബ്ദത്തെ നീ രക്ഷിച്ചു. നീയാ മോനെ ഇനി ഇവിടെ ഇരിക്കേണ്ടത്. അച്ഛനുണ്ട് കൂടെ. ഐ ആം പ്രൗഡ് ഓഫ് യു. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. മിസ്റ്റർ രവിവർമ്മ, നിങ്ങൾ ഈ വീട്ടിൽ കയറാൻ പാടില്ല. താനാരാ ഇത് പറയാൻ? ഞാൻ ആരും ആയിക്കോട്ടെ, ഈ വീടിന്റെ ഉടമസ്ഥൻ രാമവർമ്മ പെറ്റീഷൻ തന്നിട്ടുണ്ട്. ഉടമസ്ഥൻ രാമവർമ്മയോ? ഇത് ഞങ്ങളുടെ വീട്. അല്ല, എന്റെ വീട്. പത്രം നീ പിടിച്ചെടുക്കില്ലേ? വീട് ഞാൻ പിടിച്ചെടുക്കി. അപ്പാ, അവനോട് ഇങ്ങനൊന്നും കാണിക്കരുത്. ഈ മുറ്റത്ത് ഞാൻ കേട്ടില്ല തണ്ടിയെ. കാണുമെങ്കിലേ അവിടെ പോയി കണ്ടോണം. ഇറങ്ങിപ്പോയപ്പോ തിരിച്ചു വിളിച്ചു. തിരിച്ചു വന്നപ്പോ കയറി വാ എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ മുത്തശ്ശി? അങ്ങനെയൊക്കെ ആയിപ്പോയി മോനെ. ഇങ്ങനെയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയാ മുത്തശ്ശി ഞാൻ വീട് വിട്ടിറങ്ങിപ്പോയത്. ഒരിക്കലും ഞാൻ ഒന്നും പിടിച്ചെടുത്തിട്ടില്ല മുത്തശ്ശി. പ്രസ് ഞാൻ പിടിച്ചെടുത്തതല്ല, രക്ഷിച്ചതാ കൈവിട്ടു പോകാതിരിക്കാൻ. അതിനെന്നെ ശിക്ഷിക്കുക അപ്പേട്ടൻ. മുത്തശ്ശിയെ കാണാൻ വീട്ടിൽ വരുമ്പോ വീട്ടുവാതിൽക്കൽ പോലീസ് തടുക്ക. സ്റ്റുപ്പിഡ്. അപ്പേട്ടാ, ഞാൻ പോവാ. വൈരാഗ്യത്തോടെ അല്ല, അപ്പേട്ടൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമത്തോടെ.